നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. 6 ആഴ്ചത്തേക്കാണ് സുപ്രീം കോടതി ഹർജി മാറ്റിവെച്ചത്. ട്രാൻസ്ഫർ ഹർജി താൽപര്യത്തോടെയല്ല ഇഡി കാണുന്നത് എന്നും സുപ്രീം കോടതി നിരീക്ഷണം. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇത് സംബന്ധിച്ച് കോടതിയിൽ നടന്നത് എന്തൊക്കെയാണ്? മാധു, ഈ കേരളത്തിൽ നിന്ന് വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി വന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് ഈ നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിന്റെ ട്രാൻസ്ഫർ ഹർജി എന്ന കേസിലെ ട്രാൻസ്ഫർ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്നത്. ഇന്ന് ഈ ഹർജി പരിഗണനയ്ക്കെടുത്തപ്പോൾ ഈ ഇഡിക്ക് വേണ്ടി ഹാജരായ ജൂനിയർ അഭിഭാഷകൻ ഈ കേസിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവാണ് അന്വേഷണ ഏജൻസിക്ക് വേണ്ടി ഹാജരാകുന്നതെന്നും അദ്ദേഹത്തിന്റെ അസൗകര്യം കണക്കിലെടുത്തത് മാറ്റിവെക്കണമെന്നും ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ഇതിനെ എതിർത്തു. കഴിഞ്ഞ 4 തവണയും കേസ് പരിഗണനയ്ക്ക് വന്നപ്പോൾ ഇത്തരത്തിൽ ഈ മാറ്റിവെക്കാൻ വേണ്ടി ഇഡി ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് കപിൽ സിബൽ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. തുടർന്നാണ് ജസ്റ്റിസുമാരായ ഋഷികേഷ് റോയും SV ഭട്ടിയും അടങ്ങുന്ന ബെഞ്ച് ഈ കേസിൽ ഇഡിക്ക് താല്പര്യം, അതായത് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് താല്പര്യമില്ലേ എന്ന ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഏതായാലും ഇഡിയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ ഹർജി പരിഗണിക്കുന്നത് 6 ആഴ്ചത്തേക്ക് സുപ്രീം കോടതി മാറ്റിയിരിക്കുകയാണ്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ ബംഗളൂരുവിലേക്ക് മാറ്റണം എന്നുള്ള ഹർജി പരിഗണിക്കുന്നതാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 6 ആഴ്ചത്തേക്കാണ് സുപ്രീം കോടതി ഹർജി മാറ്റിവെച്ചത്.